ഞാൻ മാനവ കാരുണ്യ യാത്ര എന്ന് പറഞ്ഞ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ യാത്ര ചെയ്ത് കേരളത്തിന്റെ അവയവദാനത്തിന്റെ മൃതസഞ്ജീവനി എന്ന് പറയുന്ന പദ്ധതി ജനങ്ങളിൽ എത്തിക്കാൻ ഇറങ്ങി തിരിച്ചപ്പോ ആദ്യം ഞാൻ ചെയ്തത് എന്റെ സമ്മതപത്രം എഴുതി ഒപ്പിട്ടിട്ട് കേരളത്തിലെ ഫസ്റ്റ് സമ്മതപത്രം അവയവദാനത്തിന്റെ എന്ന് പറയുന്നില്ലേ, എന്റെ ഫസ്റ്റ് സമ്മതപത്രം ഡേവിസ് ചെർമലച്ചന്റെ എഴുതിയിട്ട് APJ അബ്ദുൽ കലാമിന്റെ കയ്യിലെ തൃശ്ശൂര് മഹാ ഫംഗ്ഷൻ വെച്ച് കൊടുത്തിട്ടാണ് ഞാൻ കേരളത്തിലെ ഒരു മനുഷ്യരോട് എന്തുട്ടത് കൈവച്ചിരിക്കണെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആദ്യം ഞാൻ ചെയ്തിട്ട് ഒരു മനുഷ്യരോടും അവയവദാനില്ല, എന്ത് കാര്യം ഞാൻ പറയാറുള്ളൂ. ആദ്യത്തെ സമ്മതപത്രം എന്റെയാണ് കൊടുത്തത്. അതിനുശേഷം ആദ്യം സ്വയം നന്നാവുക, എന്നിട്ട് മറ്റുള്ളവരെ നന്നാക്കുക. സെക്കൻഡ്, ആദ്യം പിന്നെ ലോകം നന്നാക്കാൻ. ഓസ്ട്രേലിയ വരരുത്, അവയോ കിഡ്നിയെ കൊടുത്തു ഓസ്ട്രേലിയ ഒന്നും അങ്ങനെ വരരുത്. ആദ്യം സ്വയം കൊടുക്കുക. ഓക്കെ. രണ്ടാമത്, താൻ ഏത് നാട്ടുകാരനാണ്, ഞാൻ ഈ പൂത്തിറക്കില്ല, അതെ നാട്ടുകാരെ നന്നാക്കി പോയിട്ടാ, എന്നിട്ട് മതി ഓസ്ട്രേലിയ ഞങ്ങളെ നന്നാക്കല്. ഓക്കെ. പൂത്തിറക്കിലേക്ക് പോയി. പൂത്തിറക്കില് ആ ഗ്രാമത്തിലെ നാനാജാതി മതസ്ഥരുടെ വീടുകളിൽ കയറി ഇറങ്ങി. ചേട്ടോ അവയവദാനത്തിന്റെ മരണശേഷം ഞാൻ ജീവിച്ചിരിക്കുമ്പോ കൊടുത്ത അറിയാം അപ്പൊ അങ്ങനെ പൂത്തിറക്കൽ ഗ്രാമത്തിലെ എല്ലാ വീടുകളും കയറി ഇറങ്ങിയിട്ട് പറഞ്ഞു, നോക്കിയ ചേട്ടാ എന്റെ അച്ഛന്റെ കയറിയാതെ താൻ കൊടുക്കണ്ട. ഉണ്ട് അല്ല ഇപ്പൊ കൊടുക്കണ്ടായിരുന്നു, മരിച്ചു കഴിഞ്ഞാൽ കൊടുക്കണം. അച്ചക്കടല്ല അച്ഛനെ. പൂത്തിറക്കലെ എല്ലാ ഗ്രാമങ്ങളിലും എല്ലാ മനുഷ്യരും അവയവദാന സമ്മതപത്രം എഴുതി ഒപ്പിട്ടിട്ട് രണ്ടാമത്തെ ആദ്യം സ്വയം, പിന്നെ നാട് ഗീതാ ഗോപി MLA വിളിച്ച് ആ ഗ്രാമത്തിലെ എല്ലാവരുടെയും സമ്മതപത്രം എഴുതി ഒപ്പിട്ട് ഹാൻഡ് ഓവർ ചെയ്തു. ഇന്ന് ഈ ഇന്ത്യയിലല്ല, ഓസ്ട്രേലിയയിലല്ല, ലോകത്തിലെ ഒരൊറ്റ വില്ലേജ് ഈ ലോകത്തിലുള്ള ഫസ്റ്റ് വില്ലേജ് ഇൻ ദ വേൾഡ് സമ്പൂർണ്ണ അവയവദാന ഗ്രാമമാണ് പൂത്തിറക്കൽ എന്ന് പറയുന്ന ഗ്രാമം. അത് ലിംക ബുക്ക് ഓഫ് റെക്കോർഡാണ്. സ്വയം ആദ്യം നന്നാവുക, രണ്ടാമത് നാട് നന്നാക്കുക. നിങ്ങൾ കുടുംബം നന്നാക്കിയിട്ട് മതി, നാട് നന്നാക്കില്ല. നിങ്ങൾ ഓവർടേക്ക് ചെയ്യരുത്, ഞങ്ങൾ ചിലതുകൊണ്ടാണ് പറഞ്ഞത്. ആദ്യം സ്വയം നന്നാവുക, അതിനുശേഷം കുടുംബം നന്നാക്കുക, അതിനുശേഷം മതി നാട് നന്നാക്കല്, അതിനുശേഷം മതി ലോകം നന്നാക്കല്. അപ്പൊ അതുകൊണ്ട് ആദ്യം സ്വയം നന്നാവുക. ആദ്യം ഞാൻ ചെയ്തു. രണ്ടാമത് ഗ്രാമം, ഒറ്റ വില്ലേജ്, ഫസ്റ്റ് വില്ലേജ്. അത് കഴിഞ്ഞിട്ട് ഞാൻ കാസർഗോഡേക്ക് പോയിട്ടുള്ളൂ. പൂത്തിറക്കിൽ നിന്ന് വണ്ടിയിൽ കയറുമ്പോ പൂത്തിറക്കലെ ഗ്രാമവാസികൾ പറഞ്ഞു, ഓക്കെ ഞാന് കാസർഗോഡ് പോകണ്ട, സമ്മതപത്രം പിടിപ്പിക്കാൻ. അച്ഛൻ ധൈര്യമായിട്ട് പോച്ചോ. പോയി തിരിച്ച് തിരുവനന്തപുരത്തെത്തുമ്പോ 3.5 ലക്ഷം സമ്മതപത്രമാണ് കേരളത്തിൽ ആദ്യമായി ഒരു ലോകത്ത് നടക്കാത്ത സംഭവം നടന്നത്. ഇന്ന് എനിക്ക് വായിച്ചു തീർക്കാൻ പറ്റാത്ത ഈ ജനങ്ങളുടെ ഇടയിൽ അത് വലിയൊരു ചലനമായി തീർന്നു. ഇവിടെ അവയവദാനത്തെ കുറിച്ച് പറയാനല്ല പ്രിയമുള്ളത് ഞാൻ പറയുക. ഞാൻ തുടക്കം പറഞ്ഞു വന്നപ്പോ ഓരോരുത്തരെ പിള്ളസാറിന്റെ കാര്യം, അപ്പൊ പിള്ളയുടെ കാര്യം പറഞ്ഞു, ജോർജിന്റെ കാര്യം പറഞ്ഞു, സ്നേഹബോധയുടെ അച്ഛന്മാരുടെ ഇരിപ്പുണ്ട്, തോമസ് അച്ഛന്മാരുടെ ഉണ്ട്, മലയാളി സിഡ്നി മലയാളി ഹൗസിന്റെ ബാബു വർഗീസ് ഇവിടെയുണ്ട്. ഇവിടെ ഈ പ്രോഗ്രാം കൊണ്ടിരിക്കുന്ന ആന്റണി, മനു, എൽദോ, ബിജു, ലളിത, ഇവരെല്ലാവരും കൂടെ. എന്തിനു നിങ്ങൾ എന്നെ വിളിക്കണമെന്ന് എനിക്ക് മനസ്സിലാവണില്ലേ? നിങ്ങൾ എന്തിനാ വിളിക്കുന്നത്? ഞാനിപ്പോ ആരാണ് ഞാൻ ആലോചിക്കുന്നത്? എന്താ എന്നെ വിളിക്കണേ? ഓരോരുത്തരും എന്നെ വിളിക്കണേ. ഞങ്ങൾ എന്താ പ്രശ്നം? അച്ഛനയച്ചു. അതെ, എനിക്ക് നിങ്ങളോട് പറയാനുണ്ട് പ്രിയമുള്ളവരെ, അനേകം മനുഷ്യരും ജീവിതത്തിൽ ഹാപ്പി അല്ല. അനേകം പ്രശ്നം. ഒരന്തോണേണ്ട ഒരു ഡോക്ടറാണ് പോയി. അപ്പൊ ഡോക്ടർ പറഞ്ഞു ഇരിക്കും. അതോടെ പൈസ 82. പേര് അതോടെ. ഓക്കെ, എന്താ സുഖം? പന്തോടെ ഡോക്ടർ മൊത്തം പറയൂ, എന്താ അസുഖം? എന്താ പന്തോടെ ഡോക്ടർ മൊത്തം ഒരു സുഖമില്ല. എന്താ എനിക്ക് വൈകാരിട്ടാ? ഇല്ലില്ല. എന്റെ അസുഖം എന്താ? ഒരു സുഖമില്ല. എടാ തനിക്ക് വല്ല കിഡ്നിക്ക് അസുഖം ഉണ്ടാ? ഇല്ലില്ല. എന്റെ അസുഖം എന്താ? ഒരു സുഖമില്ല. എനിക്ക് ഹാർട്ടിന് ചെസ്റ്റ് പെയിൻ? ഇല്ലില്ല. എന്താ തന്റെ അസുഖം? ഒരു സുഖമില്ല. ഈ അസുഖം അധികം പേർക്കും ബാധിച്ചത്. ക്യാൻസർ ഇല്ല, കിഡ്നിക്ക് അസുഖമില്ല, ഹാർട്ട് അറ്റാക്ക് ഇല്ല, ഭാര്യയ്ക്ക് ജോലിയുണ്ട്, കുട്ടിയുണ്ട്, വീടുണ്ട്, ആരോഗ്യമുണ്ട്, സാധനമില്ല. എന്തില്ല?
എന്താ സുഖം? ഒരു സുഖമില്ല. എന്താണ്? ഒരു സുഖമില്ല. ഈ സുഖത്തിന് മരുന്ന് ഇന്നുവരെ ലോകം കണ്ടുപിടിച്ചിട്ടില്ല. ഒന്ന് ചേട്ടന്മാരെ, ചേച്ചിമാരെ, ഈ ജീവിതത്തിന്റെ വ്യക്തിപരമായ ജീവിതത്തിന്റെ നന്മ കൊണ്ട് മാത്രമേ ഈ സുഖം മാറുള്ളൂ. എന്നെ സ്നേഹിക്കണം എന്ന് ഞാൻ പറയണമെങ്കിൽ എന്നെ സ്നേഹിക്കാൻ തന്നെ എന്ത് കണ്ടിട്ട് സ്നേഹിക്കണം? തന്റെ ഭംഗി കണ്ടിട്ടാ? ഭംഗി കണ്ടിട്ട് സ്നേഹിക്കണം? തന്റെ കാശ് കണ്ടിട്ടാ? തന്റെ ജോലി കണ്ടിട്ട്? തന്നെ എന്ത് കണ്ടിട്ട് സ്നേഹിക്കണേ? അല്ല, അറിയട്ടെ, ഇവിടെ എന്ത് കണ്ടിട്ട് സ്നേഹിക്കണം? ഈ ജീവിതത്തില് സന്തോഷമില്ലാത്തതിന്റെ കാരണം, എന്തൊരു സുഖമില്ലാത്ത, എന്നെ ആർക്കും എന്നെ ആർക്കും ഇഷ്ടമില്ല, എന്നെ ആരും സ്നേഹിക്കണില്ല. അത് നിന്റെ സുഖമില്ലായ്മയ്ക്ക് കാരണം. പ്രിയമുള്ളവരെ, സുഖമില്ലായ്മയ്ക്ക് കാരണം എന്നെ ആരും സ്നേഹിക്കണില്ല. സ്നേഹം നമ്മുടെ ജീവിതത്തിൽ വന്നാൽ നമ്മൾ ഹാപ്പിയാവും. ആർക്കും സ്നേഹം വന്നിട്ട് ഹാപ്പിയാവും. സ്നേഹത്തിന്റെ ഇല്ലായ്മയാണ് മനുഷ്യ ജീവിതത്തിന്റെ സന്തോഷം കിട്ടുന്നത്. അന്തോണ്ടിട്ടുള്ള കാര്യമില്ല, ഒരു സുഖമില്ല. ഞാൻ ദുബായി പോയപ്പോ ഒരു വീട്ടിൽ താമസിക്കരുത്. ആ വീട്ടിലത്തെ ചേട്ടൻ ജോലിക്ക് പോയി, പിള്ളേരെ സ്കൂളിൽ വിട്ടു. അവിടെ ചേച്ചിയുണ്ട്. ചേച്ചി അപ്പുറത്തെ മുന്നിൽ ഞാൻ ഇപ്പുറത്ത് ഇരിക്കുമ്പോ ഫോൺ വിളിക്കുന്നത്, മൊബൈൽ വന്ന്, ഹലോ, അപ്പുറത്തേക്ക് വിളിക്കണേ, ഹലോ, ത്രേസ്യമല്ലേ? അതെ, എന്തുണ്ട് വിശേഷം? നിനക്ക് എങ്ങനെയുണ്ട്? ഒരു സുഖല്ലടി. നിനക്ക് എങ്ങനെയുണ്ട് ലീലാമ്മ? എനിക്കൊരു സുഖല്ലടി. ലീലാമ്മയ്ക്കും സുഖമില്ല, ത്രേസ്യമ്മയ്ക്കും സുഖമില്ല. വീട്ടിലല്ലാണ്ട് ഭർത്താവിന് ജോലിയുണ്ട്, കുട്ടികളുണ്ട്. ഒന്ന് സഹോദരങ്ങളെ, നമ്മുടെ ഹൃദയം എന്ന ഒരു മനുഷ്യന്റെ സ്നേഹം കൊണ്ട് നമ്മുടെ ഹൃദയം തുറന്നുവോ അന്ന് സുഖം ഉണ്ടാവുന്നുണ്ട. പ്രായമാകുമ്പോ സ്നേഹിക്കുന്ന ആൾക്കാർക്ക് എണ്ണം കുറയുണ്ട, കുറെ കഴിയുമ്പോ ആരില്ലാണ്ടാവുണ്ട. അപ്പൊ സുഖം 82 വയസ്സാകുന്നോണിക്ക് ഇല്ലാണ്ടായിട്ട. അതുപോലെ കാലം, 18 വയസ്സിലല്ല നമുക്ക് സുഖം ഉണ്ടാവേണ്ടത്, 81 വയസ്സില് മറച്ചുള്ള പ്രായത്ത് 18 മറിച്ചിട്ടൊക്കെ 81ആയി. ആ കാലത്താണ് നമുക്ക് സുഖം ഉണ്ടാവേണ്ടത്. 18 വയസ്സിലല്ല നമുക്ക് സുഖം ഉണ്ടാവേണ്ടത്, 81 വയസ്സില്. പ്രിയമുള്ളവരെ, സ്നേഹം എന്ന് പറയുന്നത് പങ്കുവെക്കലാണ്. അവയവദാനത്തിലേക്കാണ് ഞാൻ പറയുന്നത്. മനസ്സിലാവുന്നുണ്ട്? പങ്കുവെക്കുന്നിടത്താണ് സ്നേഹമുള്ളൂ. പങ്കുവെച്ചാൽ ഞാൻ ഇവിടെ വന്നപ്പോ നിങ്ങളൊരു റോസാപ്പൂ എനിക്ക് പങ്കുവെച്ചു. നിങ്ങൾക്ക് എന്തുണ്ടായത്? റോസാപ്പൂ നഷ്ടമായി. അല്ലാണ്ട് എനിക്ക് റോസാപ്പൂ കിട്ടില്ല. നിങ്ങളുടെ റോസാപ്പൂ നഷ്ടപ്പെടുത്താതെ എനിക്ക് റോസാപ്പൂ തരാൻ പറ്റില്ല. ഗോപിനാഥനെ ജീവിതത്തിലേക്ക് കൊണ്ടുവരണമെങ്കിൽ എനിക്കൊരു കിഡ്നി നഷ്ടപ്പെടണം. നഷ്ടപ്പെട്ടാലേ അവരെ സന്തോഷിപ്പിക്കാൻ പറ്റുള്ളൂ. പ്രിയമുള്ളവരെ, ഭർത്താവ് നഷ്ടപ്പെടണം. ജീവിതത്തിന്റെ സമയവും ആരോഗ്യവും സമ്പത്തും ഭാര്യയ്ക്കും മക്കൾക്കും വേണ്ടി നഷ്ടപ്പെടുത്തുമ്പോ ആ ഭർത്താവിന് സുഖമുണ്ടാവില്ല. ഭാര്യ തന്റെ ആരോഗ്യം, സൗന്ദര്യം, ജീവിതം മക്കൾക്കും ഭർത്താവിനും വേണ്ടി നഷ്ടപ്പെടുത്തുമ്പോ, ലോകത്തിലെ വേദനിക്കുന്നവരെ വേണ്ടി നഷ്ടപ്പെടുത്തുമ്പോ സുഖമുണ്ടാവും. സഹോദരി, നിനക്ക് അല്ലാണ്ട് ചിലപ്പോ ചില മനുഷ്യരുടെ ചില സംഭവങ്ങൾ കാണുന്നുണ്ട്. ഞാൻ ഒരു പുതിയ സാരിക്ക് 10-15 ലക്ഷം രൂപ ഉണ്ടെന്ന് ഇവിടെ. ആ സാരി എടുത്ത് വന്നിട്ട് പള്ളിയിൽ വന്നിട്ട് ചോദിക്കണം, എങ്ങനെയിരുന്നു എന്നെ തന്നെ കാണാൻ? നിന്നെ കാണാനില്ല, സാരി നഷ്ടമില്ല. ഈ പണ്ടത്തെ ഇതൊന്നും മാറ്റം വരാൻ വേണ്ടി മറക്കരുത്. നല്ല സാരി എടുത്താൽ ഭംഗി വരുന്നത് ലോകത്തിൽ ആരും ഇതുവരെ കണ്ടുപിടിച്ചിട്ടില്ല. വലിയൊരു വീട് പണിതിട്ട് ആ വീടിന് മുമ്പിൽ വന്നിരുന്നത് എങ്ങനെയുണ്ട് നമ്മുടെ വീട്? 8 കോടി രൂപ വീട്. ഈ പണ്ടത്തെ സഹോദര, വലിയ വീട് പണിതാൽ നിനക്ക് വാല്യൂ കൂടില്ല. നല്ല സാരി എടുത്താൽ നിന്റെ സൗന്ദര്യം കൂടില്ല. പിന്നെ എങ്ങനെ നിന്റെ ജീവിതത്തിന് വില ഉണ്ടാക്കുക? പ്രിയമുള്ളവരെ, യുവർ പേഴ്സണാലിറ്റി, നിന്റെ ക്യാരക്ടർ, നിന്റെ സ്വഭാവം, നിന്റെ ജീവിതം, നിന്റെ മനോഭാവം, അതിനാണ് പ്രിയമുള്ളവരെ നമ്മുടെ ജീവിതത്തിന് വാല്യൂ ഉണ്ടാക്കി തരാൻ പറ്റുക. പലപ്പോഴും സ്നേഹമില്ല എന്ന് കാണുമ്പോ, നമ്മളെ ആരും സ്നേഹിക്കില്ല എന്ന് കാണുമ്പോ നമ്മൾ സ്വയം ചിന്തിക്കണം, എന്തെന്നെ സ്നേഹിക്കാത്ത, എന്തെന്നെ സ്നേഹിക്കാത്തത്? അതാണ് ഒരു പട്ടാളത്തിൽ നിന്ന് തന്റെ മാതാപിതാക്കൾക്ക് ഒരു കത്തെഴുതി. എന്റെ കൂട്ടുകാരൻ പട്ടാള യുദ്ധത്തിൽ വെച്ചിട്ട് അവന്റെ കണ്ണ് നഷ്ടപ്പെട്ടു, ഒരു കാല് നഷ്ടപ്പെട്ടു. അമ്മയ്ക്ക് എഴുതാണ്, പ്രിയമുള്ള അമ്മ, എന്റെ കൂട്ടുകാരൻ ആത്മാർത്ഥ സുഹൃത്താണ് അവൻ. അവന്റെ കണ്ണും നഷ്ടപ്പെട്ടു, അവന്റെ കാലും നഷ്ടപ്പെട്ടു, അവന് ആരും ഇല്ല. ഞാൻ അവന്റെ വീട്ടിലേക്ക് ഒന്ന് കൊണ്ടുവന്നോട്ടെ, നമ്മുടെ വീട്ടിൽ അവൻ നമ്മുടെ ഒരു അംഗമായിട്ട് ജീവിച്ചോട്ടെ. മകന്റെ നല്ല മനസ്സുണ്ട്. അപ്പൻ അമ്മ കത്ത് വായിച്ചിട്ട് കരഞ്ഞു പോയിട്ട്
കരഞ്ഞു പോയിട്ട് പറഞ്ഞു, ഇവിടെ മോന്റെ മനസ്സിലല്ല, എന്ത് നല്ല മനസ്സെന്റെ ഇവിടെ മോനെ. അവനൊക്കെ അങ്ങനെ തോന്നിയില്ലോ. മറുപടി കത്തെഴുതി, മോനെ നിന്നെ ഓർത്ത് ഞങ്ങൾ സന്തോഷിക്കണടാ, സന്തോഷിക്കണം. പക്ഷെ നിന്റെ കൂട്ടുകാരനെ കൂടെ കൊണ്ടു കഴിഞ്ഞാല് അവന് കണ്ണു കണ്ടുകൂടാ, നടക്കാനും പറ്റില്ല, കഷ്ടമില്ലടാ മോനെ. അത് വേണ്ട മോനെ, നല്ല മോനെ കിട്ട നീയെ സമൂഹം സന്തോഷിക്കട്ടെ. പക്ഷെ അത് വേണ്ട മോനെ, വേണ്ട മോനെ, വേണ്ട മോനെ, വേണ്ട മോനെ, വേണ്ട മോനെ പാട്ടില്ലേ, ആ പാട്ട പാടി. അവസാനം കത്തുവിട്ട് കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴില്ല, കുറച്ച് നാൾ കഴിഞ്ഞപ്പോ ഒരു ടെലഗ്രാം വന്നു, നിങ്ങളുടെ മകൻ ആത്മഹത്യ ചെയ്തു, അവന്റെ ബോഡി കൊണ്ടിട്ടു. തുറന്നു നോക്കി, എന്താണെന്നറിയേ, ബോഡിയില് മകൻ എന്തിനു ചെയ്തു? ഉത്തരം ബോഡിയിലുണ്ട്. എന്തിനാണ് മകൻ ആത്മഹത്യ ചെയ്തു? ഉത്തരം ബോഡിയിലുണ്ട്. എന്താ? ആ ബോഡി തുറന്നു നോക്കിയപ്പോൾ ആ ബോഡിയിൽ അവരുടെ മകന് കണ്ണില്ല, കാലില്ല. കണ്ണും കാലുമില്ലാത്ത എന്നെ എന്റെ അപ്പനും അമ്മയും എങ്ങനെ സ്വീകരിക്കും എന്നറിയാൻ മകൻ കത്തെഴുതിയത. സഹോദര, നിനക്ക് ആരോഗ്യമുള്ളപ്പോൾ നിന്റെ ഭാര്യ കൂടി ഉണ്ടാകും, കാശുള്ളപ്പോ നിന്നെ സ്നേഹിക്കാൻ കൂട്ടുകാരുണ്ടാകും, സൗന്ദര്യമുള്ളപ്പോ ചേച്ചി പറഞ്ഞു, കല്യാണത്തിന് മുമ്പ് ഞാൻ എന്ത് പറഞ്ഞാലും അപ്പൊ വാങ്ങിച്ചൊന്നുമില്ല വെച്ചാ, കല്യാണത്തിന് മുമ്പ് എന്നെ എപ്പോഴും പോകുമ്പോഴില്ല വെച്ചാ, കല്യാണത്തിന് മുമ്പ് എപ്പോഴും എന്നെ കാണണം വെച്ചാ, കല്യാണം കഴിഞ്ഞപ്പോ എന്ത് പറഞ്ഞാലും അനുസരിക്കില്ല വെച്ചാ. മനസ്സിലായ? അതാണ് കാര്യം. തുളസിനെ കെട്ടാൻ വേണ്ടി ചെക്കൻ പിന്നാലെ നടന്നത്. തുളസിനെ അങ്ങനെ കെട്ടി 8 വർഷം ചിലപ്പോ പിള്ളേരൊക്കെ കഷ്ടപ്പെടുന്നത് ചെക്കന്മാരുടെ വാർത്തകളുണ്ട്. എളുപ്പത്തിലൊന്നും കിട്ടില്ല. അവസാനം 8 വർഷം നടന്ന് കേട്ടി എങ്ങനെയുണ്ടോ മോനെ തുളസിനെ കിട്ടിയിട്ട് അവൻ പെട്ട് വെച്ചാ. എന്താ അങ്ങനെ പറയണേ? എന്റെ അച്ഛാ കെട്ടണ വര ഞാൻ എവിടെ പോയാലും ഇതന്നെ എന്റെ ചിന്ത. തുളസിനെ കണ്ടാൽ തുളസിനൊക്കെ കാണും ഇത്ര സുന്ദരിയായ ഒരു പെണ്ണുണ്ടായിരുന്നില്ല. കല്യാണം കഴിഞ്ഞിട്ട് ഞാൻ അവിടെ നോക്കുന്നില്ല, അവൾക്കൊഴിച്ച് ബാക്കി എല്ലാ പെണ്ണുങ്ങൾക്കും ഭയങ്കര സൗന്ദര്യം. എന്താ കാര്യം എനിക്ക് മനസ്സിലാവുന്നില്ല അച്ഛാ. അതെങ്ങനെയാടാ അച്ഛ എവിടെയെങ്കിലും പ്രസംഗത്തിലൊക്കെ അത് പറയുന്നത് നല്ലതൊക്കെ പിള്ളേര് രക്ഷപ്പെടുന്ന. ചില പെണ്ണുങ്ങൾക്ക് അങ്ങനെ ഒരു പ്രശ്നം എന്താ വെച്ചാ, എന്ത് പ്രശ്നം? ലോങ് സൈറ്റില് ഭയങ്കര ഷോർട്ടായിട്ട് അടുത്തിട്ടാണ് അത്ര ഇല്ല അച്ഛാ. ഇനി നിങ്ങളെ സൂക്ഷിക്കണ്ട, നിങ്ങൾക്ക് കിട്ടിയില്ല, നിങ്ങൾ സൂക്ഷിക്കണം. അപ്പൊ അതുകൊണ്ട് മാതാപിതാക്കളെ, നമ്മുടെ ജീവിതത്തിൽ എന്ത് കണ്ടിട്ട് എന്നെ സ്നേഹിക്കണം, എന്ത് കണ്ടിട്ട്? ഈ പട്ടാളക്കാർ, ഈ ചെറുപ്പക്കാരൻ ചിന്തിച്ചത് എന്തുകൊണ്ട് എന്റെ അപ്പനമ്മയും എന്റെ കൂട്ടുകാരന് വേണ്ടാന്ന് പറഞ്ഞു? കണ്ണില്ലാത്ത ഒരു വ്യക്തിയെ, കാലില്ലാത്ത ഒരു വ്യക്തിയെ വീട്ടിൽ കൊണ്ടുകിടക്കാൻ ബുദ്ധിമുട്ടാണ് മാതാപിതാക്കൾ. ഇന്ന് നമ്മുടെയൊക്കെ സമൂഹത്തിന് വന്നു പറ്റിയിട്ടുള്ളത് ജീവിതത്തിന്റെ നന്മ മറന്നു പോകുന്നു. പണവും അധികാരവും ഉണ്ടായാൽ എല്ലാം ഉണ്ടാകുമെന്ന് കരുതുന്ന ഒരു ലോകം. അതുകൊണ്ട് മനുഷ്യൻ നരകിക്കുന്നു, മനുഷ്യന്റെ മനസ്സ് സന്തോഷിക്കുന്നില്ല. ഞാനെന്ന് പറഞ്ഞില്ലേ, നമ്മുടെ ഒരു ഫാദർ ആയതുകൊണ്ടല്ല എന്നെ സ്നേഹിക്കുന്നത്, ഞാൻ മനുഷ്യനായതുകൊണ്ടാണ്. നിങ്ങളെ സ്നേഹിക്കേണ്ടത് എന്റെ ഭാര്യ ആയതുകൊണ്ടല്ല. ഒരു ഭർത്താവ് സ്നേഹിക്കേണ്ടത് ഒരു മനുഷ്യ വ്യക്തിയാണ്, ദൈവം സൃഷ്ടിച്ചൊരു മനുഷ്യനാണ് എന്ന് കണ്ടിട്ട് ഭാര്യയെ സ്നേഹിക്കണം. അവൾക്ക് ജോലിയുള്ളത് കൊണ്ടല്ല സ്നേഹിക്കേണ്ടത്, എനിക്ക് ദൈവം തന്ന പങ്കാളിയാണ്. എന്റെ ഭർത്താവിനെ സ്നേഹിക്കേണ്ടത് കോടികളുടെ ആസ്തിയുടെ എന്റെ ഭർത്താവിനെ അത് കണ്ടിട്ടല്ല സ്നേഹിക്കേണ്ടത്, എന്റെ ജീവിതം പങ്കുവെക്കാനുള്ള ജീവിതത്തിന്റെ പാർട്ണറാണെന്ന് കരുതിയിട്ടാണ്. ടോൾസ്റ്റോയ് പറഞ്ഞു, എന്റെ മകളെ ഞാൻ സ്നേഹിക്കുന്നത് അവൾ നല്ല കുട്ടിയായതുകൊണ്ടല്ല, പിന്നെ അവൾ ചീത്ത കുട്ടിയായതുകൊണ്ടല്ല, പിന്നെ എന്റെ മകളായതുകൊണ്ടാണ്. ചീത്തയായാലും നല്ലതായാലും കറുത്തതായാലും വെളുത്തതായാലും മണ്ടനായാലും പണ്ഡിതനായാലും എന്റെ മകളാണ്. ഇതാണ് പ്രിയമുള്ളവരെ യഥാർത്ഥ നന്മ എന്ന് പറയുന്നത്.